തായ്ലൻഡിലെ പ്രീ സീസൺ പര്യടനത്തിന് ശേഷം ഡ്യൂറന്റ് കപ്പ് കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് വന്നു. അവിടെ ആകെ 3 മത്സരങ്ങൾ കളിച്ചു, 2 ജയം 1 സമനില. ആ ജയങ്ങൾ രണ്ടും അപാര മാർജിനിൽ 2 മത്സരങ്ങളിൽ നിന്നായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് 15 ഗോളുകൾ അടിച്ചു. പഞ്ചാബിനെതിരെയുള്ള ഒരു ഗോളും കൂടി ആകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റ് കപ്പിൽ അടിച്ച ഗോളുകളുടെ എണ്ണം 16, വഴങ്ങിയ ഗോളുകളുടെ എണ്ണം കേവലം 1-1. അതായത് ഡ്യൂറന്റ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ ഡിഫറൻസ് വന്നിട്ട് 15. ഈ ഡ്യൂറന്റ് കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്തതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് UAE-യിലേക്ക് ഒരു പ്രീ സീസൺ ടൂർ കൂടി ISL തുടങ്ങുന്നതിന് മുമ്പ് നടത്താൻ പദ്ധതിയുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പിലെ പ്രകടനം വിലയിരുത്തിയതിന് ശേഷം UAE-യിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രീ സീസൺ ടൂർ കൂടി നടത്തും എന്ന് അനസ്റ്റോക്സിന്റെ ലൈവ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഇതിനെ നമുക്കൊരു വലിയ ഡിസിഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് 2 വിദേശ പ്രീ സീസൺ പര്യടനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ മുന്നൊരുക്കമായിട്ടൊക്കെ നമുക്ക് ഇതിനെ വിലയിരുത്താമെങ്കിൽ പോലും ഇതിന്റെ പിന്നിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പരിശീലനമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പനമ്പള്ളി നഗറിലെ ട്രെയിനിങ് ഗ്രൗണ്ട് KSL ക്ലബ്ബുകൾ സ്വന്തമാക്കിയതോടുകൂടി, അതായത് സൂപ്പർ ലീഗ് കേരള സ്വന്തമാക്കിയതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് കേരളത്തിൽ നല്ലൊരു പരിശീലന ഗ്രൗണ്ട് ഇല്ല. അതുകൊണ്ട് UAE-യിലേക്ക് പോകുന്നതാണോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. തൃപ്പൂണിത്തറയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെപ്റ്റംബറോട് കൂടിയിട്ട് ഒരു ട്രെയിനിങ് ടർഫ് സെറ്റപ്പ് ആക്കി എടുക്കാനുള്ള പരിപാടികൾ തുടങ്ങിയ നേരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. അത് എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡ്യൂറന്റ് കപ്പിലെ പ്രകടനത്തിനെ വിലയിരുത്തിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപക്ഷെ UAE-യിലേക്ക് പോകാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിലൊരു പദ്ധതി അണിയറയിൽ നടക്കുന്നുണ്ടെന്ന് അനസ്റ്റോക്സിന്റെ ലൈവ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്.